തിരുവനന്തപുരത്ത് പലയിടത്തും മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളെ കാണാതായി എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. 10 തൊഴിലാളികളെ കാണാനില്ല എന്നാണ് പരാതി. ഇന്നലെ കടലിൽ പോയവർ കനത്ത കാറ്റിൽ അകപ്പെടുകയായിരുന്നു. കുറച്ചുപേരെ വലിയ ബോട്ടുകളിൽ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ കനത്ത മഴയാണ് തീരദേശ തൊഴിലാളികളെയും അതുപോലെ മത്സ്യബന്ധനത്തിന് പോയവരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇന്നലെ അടിമലത്തുറ, വിഴിഞ്ഞം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള 7 ബോട്ടുകളിലാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ 10ലേറെ പേരെ കാണാതായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. മറ്റ് മത്സ്യബന്ധന ബോട്ടുകളിലൂടെയാണ് വിഴിഞ്ഞത്തുനിന്ന് പോയവരെ കൊണ്ടുവന്നത്. വിഴിഞ്ഞം, ശംഖുമുഖം എന്നിവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം, അവിടെ പുറംകടലിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകൾ പോയിട്ടുണ്ട് എന്നാണ് കോസ്റ്റൽ ഗാർഡ് അറിയിക്കുന്നത്. മന്ത്രി CP ജോൺ വിഴിഞ്ഞത്തെത്തി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂന്തുറ പ്രദേശത്തും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇവരെല്ലാം തന്നെ സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, വലിയ ബോട്ടുകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുറംകടലിൽ, അതായത് ഇന്നലെ രാത്രി 1:30-ക്കാണ് ശക്തമായ കാറ്റുണ്ടായത്. ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന രീതിയിലേക്കുള്ള കാലാവസ്ഥയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശക്തമായ കാറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇപ്പോഴും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കാലാവസ്ഥ രൂക്ഷമായിട്ടുള്ള കാറ്റ് മാറുന്നതനുസരിച്ച് ഇവരെ തിരിച്ച് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയാണുള്ള വിഴിഞ്ഞത്തുള്ളവർക്കുള്ളത്. മന്ത്രി മറ്റ് സ്ഥലങ്ങളിലൂടെ, തീരദേശത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരം അപകടമുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് മറ്റുള്ളവർ പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്.